സുഖമായി സന്തോഷമായിരിക്കും കൂട്ടുകാരെ. അപ്പോൾ ഇന്നെൻ്റെ ജന്മദിനമാട്ടോ. സാധാരണ ജന്മദിനങ്ങളിൽ നമുക്ക് വേണ്ടിയല്ലേ നമ്മൾ ആഘോഷങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറ്. എന്നാൽ ഇത്തവണ ഞാൻ ചിന്തിച്ചത് മറ്റൊന്നാണ് കേട്ടോ. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മക്കളുടെ ആ മുഖത്ത് ചിരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടോ അവർക്ക് ഏറെ ഇഷ്ടമുള്ള പായസം തയ്യാറാക്കിയും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഗ്രീൻ പാർക്കിലേക്ക് കുറച്ച് സമയം ചിലവഴിക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഈ കൊച്ചു സന്തോഷങ്ങളിൽ നിങ്ങളെയും കൂടെ കൂട്ടുന്നു കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ. അപ്പോൾ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ കറിയാട്ടോ. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇന്ന് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റിയും വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചെമ്മീൻ കറി കേട്ടോ സെറ്റാക്കി എടുക്കാനായിട്ട് പോകുന്നു. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാട്ടോ. അതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തരയ്ക്കുന്നത് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും എൻ്റെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ എൻ്റെ തേങ്ങ വറുത്തരച്ച് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്ത് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അങ്ങനെ അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ പൊടിയായി അരിഞ്ഞത് ഒരു 5-8 ചെറുള്ളി തൊലി കളഞ്ഞ് പൊടിയായി തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പില്ലേ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാത്തൂസിനെ പച്ചമുളക് പൊട്ടിക്കാനായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എത്തുവേ. അപ്പോൾ അങ്ങനെ എത്തിയ ശേഷം പാകത്തിനുള്ള പച്ചമുളക് കീറിയതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇഞ്ചി പേസ്റ്റും ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ മുളകിൻ്റെ കൊത്തൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം നമുക്കതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കഴുകി നല്ലപോലെ ഒന്ന് കുതിർത്ത് സെറ്റാക്കി വെച്ച കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി അതിന് ശേഷം 2 തക്കാളി കേട്ടോ. 2 തക്കാളി നല്ലപോലെ കനം കുറച്ചരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീനും അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്കിംഗ് ചെയ്യാം കേട്ടോ. ഈ സമയം എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചക്ക സീസണും അതുപോലെ മാങ്ങ സീസണും അല്ലേ. അപ്പോൾ നമുക്ക് ചക്കക്കുരു വെച്ചിങ്ങായിട്ട് അതിലേക്കിട്ട് തട്ടിപ്പൊളിയായിട്ട് നമുക്ക് കറി സെറ്റാക്കി എടുക്കാം. മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ചൊന്ന് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് മറിയട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ചെമ്മീനും ഉമ്മയാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേറുള്ള പണികൾക്ക് ഞാൻ നീങ്ങിട്ടോ. അപ്പോൾ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തോളിച്ചെടുക്കണം. പെർഫെക്റ്റായിട്ട് നമ്മുടെ മീൻ കറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലേ ചക്കക്കുരും അതുപോലെ തന്നെ മുരിങ്ങക്കായൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തോളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് ചെറുള്ളി പൊടിയായി അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ കറിവേപ്പിലേക്ക് ഇട്ട് മുപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസിയും വളരെ പെർഫെക്റ്റായ മീൻ കറിയാണ് സെറ്റാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചെമ്മീൻ കറി? അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാനാണ് പോകുന്നത്. നിങ്ങൾ ഊണ് കഴിച്ചോ? ഇല്ലെങ്കിൽ വായോട്ടോ. അടിപൊളി മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും മാങ്ങാച്ചാറും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാനായിട്ട് പോകുന്നത് വരുന്നോ. അപ്പോൾ നമുക്കിനി അടുത്തതായി പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ. പായസപ്പരിപ്പ് ക്ലീൻ ചെയ്ത്
നല്ലപോലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് കുറച്ച് നേരം വെച്ച ശേഷം കുക്കർ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് പശു നെയ്യ് ഒഴിച്ചു കൊടുത്തു. പശു നെയ്യ് നല്ല രീതിയിൽ ചൂടായ ശേഷം പായസപ്പരിപ്പിട്ട് റോസ്റ്റാക്കി എടുത്ത ശേഷം തേങ്ങാപ്പാലും കുറച്ച് വെള്ളം മാത്രം ഇടിയതുങ്ങായിട്ട് നേരെ വേവിക്കാനായിട്ട് വെച്ചെടുത്തു. ഒരു വിസിലിന് ശേഷം തീ നല്ലപോലെ കുറച്ച് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പായസപ്പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടോ പായസപ്പരിപ്പ് വെന്തത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ. തുടക്കം മുതൽ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മധുരം നിറഞ്ഞൊരു തുടക്കം. മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പായസം റെഡിയാക്കി കൊടുക്കുമ്പോഴുള്ള അവരുടെ സന്തോഷം, അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 കിലോ വെല്ലം ഉരുക്കി അരിപ്പയിൽ അരിച്ച് സെറ്റാക്കി വെച്ചത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ തവി വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പായസം റെഡിയായി കിട്ടുള്ളൂ. നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. തേങ്ങാപ്പാലും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പശു നെയ്യിലങ്ങോട്ട് സെറ്റാക്കി എടുത്തത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് വേഗം തന്നെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി നേരെ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് നമുക്ക് പായസം കുടിക്കാം അല്ലേ. നിങ്ങൾക്ക് പായസം വേണോ? അടിപൊളി വളരെ ടേസ്റ്റിയായ 100% റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് പായസപ്പരിപ്പ് കൊണ്ട് അടിപൊളി പായസമാണ് സെറ്റായിട്ടുള്ളത്. ഒരു ഗ്ലാസ് വേണോ? വേണ്ടവർ വായോട്ടോ, തരാട്ടോ. നല്ല മധുരമാർന്ന പായസം, സ്പെഷ്യൽ പായസം. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചത് നേരെ ഗ്രീൻ പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ മക്കൾ നടക്കലും കളിക്കലും കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് നിറയും. ഗ്രീൻ പാർക്കിലെ ഈ നിമിഷങ്ങൾ ശരിക്കും മനോഹരമാട്ടോ. ഇവിടെ ഞാനും ഉമ്മയും അതുപോലെ തന്നെ മോനും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി വന്നതാണ് പിള്ളേഴ്സെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട്. കുറേ നാളായിട്ടോ പറയുന്നത് പാർക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ദിവസമായതുകൊണ്ട് തന്നെ മക്കളുടെ ആഗ്രഹം പോലെ പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ പിള്ളേരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ എല്ലാവരുടെ അമ്മമാരുടെ മനസ്സ് നിറയുന്നത് പോലെ എൻ്റെ മനസ്സ് അങ്ങോട്ട് നിറഞ്ഞു കേട്ടോ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പിള്ളേഴ്സ് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തന്നെ അല്ലേ. കുറച്ച് നേരം അങ്ങോട്ട് നോക്കി നിന്നോ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഈ പാർക്കിലെ തിരക്കേറിയ നഗര ജീവിതത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകാൻ പച്ചപ്പും ശുദ്ധവായും നിറഞ്ഞ എല്ലാവിധ കളികളും അതേപോലെ തന്നെ എക്സസൈസ് സൗകര്യങ്ങളുമുള്ള ഞങ്ങളുടെ ഗ്രീൻ പാർക്കിലേക്ക് സന്ദർശിക്കാനായിട്ട് വായോ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാട്ടോ ഗ്രീൻ പാർക്ക്. അതായത് കുറുക്കഞ്ചേരിയിൽ നിന്ന് കുറച്ച് നീങ്ങ കണ്ണംകുളങ്ങര ഭാഗത്ത് സ്പോട്ടിലുള്ള ഗ്രീൻ പാർക്കിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. പിള്ളേഴ്സിൻ്റെ നമ്മുടെ എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മുടെ പാത്തൂസ് ഓരോന്നിലും കയറുന്നുണ്ട്. അതുപോലെ തന്നെ മോനും വന്നും പെട്ടിട്ടുണ്ട്. അവന് ഇഷ്ടമല്ല കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അവൻ അറിയാതെ തന്നെ ഒന്ന് വീഡിയോസ് എടുത്തത് കേട്ടോ. അങ്ങനെ മക്കളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുവെച്ച് ഇന്നത്തെ ബർത്ത്ഡേ അങ്ങനെയാട്ടോ ഞാൻ ആഘോഷിച്ചത്. പിന്നെ അവിടെ നിന്ന് പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടോ അങ്ങനെ നമ്മുടെ പാർക്ക് ഗ്രീൻ പാർക്ക് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ കാണിച്ചു തരാണ്. കുറേ പിള്ളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മമാരൊന്നും വന്നിട്ടില്ല. പിള്ളേഴ്സ് തന്നെ വന്ന് നമ്മുടെ പാർക്കിൽ വന്ന് നല്ല രീതിയിൽ ഊഞ്ഞാലാടിയും ഉഴുതിയും അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള റൈഡിൽ കയറിയും നല്ല അടിപൊളിയായിട്ട് അവർ വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പിള്ളേരും അടിച്ചു പൊളിച്ചു. ബൈ.